ഞാനും മസ്റുമോളും കൂടെ പോകാമെന്ന് വിചാരിച്ച്. പണി ഉള്ള ദിവസം മാത്രമേ കിട്ടുള്ളൂ. ഈ കൂലിപ്പണിക്കാർക്ക് അങ്ങനെയാണ്. ഇങ്ങനത്തെയൊക്കെ പണി മഴ പെയ്താൽ അവർക്ക് പണി കിട്ടാൻ പാടാണ്. അപ്പോൾ നമുക്കിപ്പം പിന്നെ മക്കളെ സ്കൂൾ ഉറപ്പ് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട് പോലെ നമുക്കും ഉണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. എല്ലാ മനുഷ്യർക്കും സ്കൂൾ ഉറപ്പൊക്കെ ആകുമ്പം കൂലിപ്പണിക്കാർക്ക് ഒരു എമൗണ്ട് വേണം. അതുപോലെ നമുക്കും ഉണ്ട്. മസ്റുമോള് ബാഗ് ഒന്നും മേടിക്കണ്ട, പാത്രം മേടിക്കണം, പിള്ളേർക്ക് കുപ്പി, അതൊക്കെ അൽഹംദുലില്ലാ എല്ലാം കൂടെ ഒത്തുപോയി മേടിക്കാം. മോളെ സ്കൂളിലും ചേർക്കണം. അപ്പം എന്തായാലും ബൈക്കിൽ മുമ്പത്തെ പോലെ ചേർത്തിരുത്തിക്കൊണ്ട് പോക്ക് നടക്കൂല. അതുമാത്രമല്ല, ഒരാളെ കൊണ്ടുപോയാൽ ഇപ്പോൾ മസ്റുമോളെ അപ്പുറത്ത് ഉമ്മാൻ്റെ അടുത്ത് നിർത്തിയാലും മറ്റു 2 പേരെ കൊണ്ടുപോകുമ്പോഴും പറ്റുന്നില്ല. വയറ് ഉള്ളത് കൊണ്ട് എനിക്ക് ബൈക്കിലിരിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്കാണെങ്കിൽ പിന്നെ മക്കളെ ഈ പാത്രം മേടിപ്പ് അങ്ങനെ ഒന്നും അറിയില്ല. അപ്പം നമ്മൾ ചെന്നാലേ അതൊക്കെ മേടിക്കാനും, അവരൊന്നും കുടുംബകാര്യമൊന്നും കൈകാര്യം ചെയ്തവരല്ലല്ലോ. അപ്പം അതൊക്കെ നമ്മൾ നോക്കിക്കണ്ട് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങി പെണ്ണുങ്ങളാകുമ്പോൾ അതനുസരിച്ച് നിൽക്കും. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഇത്തിരി സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം ഇന്നിനി വൈകിട്ട് മക്കളെയും കൊണ്ടുവന്നിട്ട് ഇത് പുറത്ത് പോകണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇത്തിരി ഒരു പൊതി ചോറും കൂടെ മേടിച്ചുകൊണ്ട് വരും. ചോറ് വെച്ചില്ല. അപ്പോൾ രാവിലെ പോകാൻ പ്ലാനിട്ടിരുന്നതാണ് ഞാനും മസ്റുമോളും കൂടെ. അപ്പോഴാണ് ഇപ്പോൾ ഇവർക്ക് പണിയില്ല എന്നറിഞ്ഞത്. അപ്പോൾ യവമാരിക്ക് ഒരാൾക്കും 2 പേരും ഇവിടെ ഇരുത്തിയിട്ട് മസ്റുമോളെ ഇവിടെ ഇരുത്തിയിട്ട് പോകും. അവർക്ക് ചോറും കൊടുത്തിട്ടേ ചോറ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അന്നത്തെ കാര്യം മസ്റുമോള് മാത്രമേ അപ്പുറത്ത് നിർത്തുള്ളൂ. മുത്തുമോനെ നിർത്തും, മിച്ചുമോനെ ഒട്ടും കയറ്റൂല ഉമ്മായെ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പിണക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിച്ചുമോൻ അവരോട് അടുക്കത്തുമില്ല. അതുകൊണ്ട് എനിക്കൊരു സങ്കടമുണ്ട്. 2 മക്കളെ കയറ്റിയിട്ട് ഒരാളെ കയറ്റൂല എന്ന് പറയുമ്പം നമുക്കൊരു ദുഃഖമില്ലേ. നമ്മളെ ഉമ്മ ചെയ്യണമല്ലേ, കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഇക്കാരുടെ തുറഞ്ഞ് നമുക്ക് പൂട്ടി ഇരുത്തിയിട്ട് പോവാമെന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ മസ്റുമോളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ചോറും കൊടുത്തിട്ട് മക്കളെ നോക്കാനായിട്ട് ആക്കിയിട്ട് പോവാം. എന്തായാലും എനിക്ക് 3 മക്കളും തുല്യതയാണ്. മറ്റുള്ളവർക്ക് അത് ഇത് എന്നൊരു വേർതിരിവ് നിങ്ങളെപ്പോലെ തന്നെയാണ്. വീട്ടിലും യൂട്യൂബിലുള്ളവരെ പോലെയാണ്. അവരതിലുള്ളത് ഇവരിതിലുള്ള ആ കണ്ണിലാണ് മക്കളെ കാണുന്നത്. മൂത്തത് റഹീമിൻ്റെത് രാജകുമാരി, സനോഫറിൻ്റെത് അങ്ങനെ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ അല്ല കേട്ടാ. ഞാൻ പബ്ലിക്കിൽ വന്നപ്പോഴും എൻ്റെ വീട്ടുകാരൻ തന്നെയാണ് പറഞ്ഞത് എൻ്റെ മക്കൾക്ക് 3 ഉപ്പയുണ്ട് എന്ന് അവരറിഞ്ഞത്. അല്ലാതെ അവരിതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് മുത്തുമോനും മിച്ചുമോനും ബലത്തിലെടുക്കൂല. എനിക്ക് ഇത്രയും സങ്കടമുള്ളു. കാരണം ഞാനും എത്രയായാലും ഉമ്മ ഒന്നാണ്. ഞാൻ എൻ്റെ 3 മക്കളെ ഒരു ഉമ്മ വാപ്പയായിട്ട് വാടക വീട്ടിൽ കിടന്നപ്പോഴും സ്കൂളിൽ ലോങ് ആക്കിയപ്പോഴും മക്കൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. പക്ഷെ അവരറിഞ്ഞ് വളരുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാം അറിയണം മക്കൾ. നാളൊരു സമയത്ത് ഞാൻ എപ്പോഴും മസ്റുമോളത് ചോദിക്കും, ഉമ്മാൻ്റെ കൂടെ ദേഷ്യം ഉണ്ടാ പിണക്കം ഉണ്ടാന്ന്. പക്ഷേ അപ്പോഴും അവൾ ഇല്ല എന്നാണ് പറയണത്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ 2ാമത്തെ ലൈഫ് ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പറയണത്, 2ാമത്തെ ലൈഫിൽ എനിക്ക് ഒരുപാട് കല്യാണാലോചന, ഫസ്റ്റത്തെയും കുട്ടികളില്ലാത്തതും കല്യാണം കഴിഞ്ഞ് ബന്ധം ഒഴിഞ്ഞത്. അപ്പം ഈ മസ്റുമോളെ നോക്കുന്ന ഒരാൾ വരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോളെ ഞാൻ ഒരിക്കലും കളയില്ല. എൻ്റെ മോളെന്നല്ല, എൻ്റെ 3 മക്കളും. ഞാൻ പോലീസ് സ്റ്റേഷനിലും പോലീസിൻ്റെ അടുത്തും പറഞ്ഞാണ് എൻ്റെ 3 മക്കളും ഇത്രയും കാലം ആരും ഇല്ലായിരുന്നു, ഇനി നോക്കണ്ട ആരും. പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും മസ്റുമോള് നിന്നോട്ടെ, എനിക്കൊരു സമാധാനമാണ്. കാരണം അവർക്കും ആരുമില്ല. അതുകൊണ്ടൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എൻ്റെ മിച്ചുമോനെ വീട്ടിൽ കയറ്റൂല കേട്ടാ. സങ്കടപ്പെട്ടിട്ട് മിച്ചു എന്ന് പറയും, മച്ചി എന്നെ മാത്രം ഇവിടെ കയറ്റൂല എന്നേ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടാ. മക്കളായാലും സത്യം പറഞ്ഞാൽ അവനൊരു എത്തിയും കുട്ടിയാണ്. അത് എനിക്ക് ഭയങ്കര. ഇപ്പം ഇക്കായും പറഞ്ഞിങ്ങനെയാണ്, ഞാൻ പറഞ്ഞിക്കാ ചോറ് മേടിച്ചോണ്ട് വരണേ ഇക്കാ, മുത്തുമോനെയും മിച്ചുമോനെയും ഇവിടെ ഇരുത്തി മൊബൈലും കൊടുത്തിട്ട് പോവാം, ഇക്കാൻ്റെ ഫോണേ കൊടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ സ്കാനിങ്ങിന് പോകുമ്പം നമ്മൾ അതിനകത്ത് കയറുമ്പം ഇവന്മാരിരിക്കില്ല. ഇപ്പോൾ ഒരാളെ കൊണ്ടുപോയിട്ട് ഒരാളെ കൊണ്ടുപോകാതിരുന്നാൽ മുത്തും മിച്ചും പിണങ്ങി നിൽക്കത്തു, അതായത് പിരിഞ്ഞ് നിൽക്കത്തുമില്ല. പിണക്കവും ഇണക്കമായിട്ട് നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. അവന്മാർ തങ്ങളെ കാണാതും ഇരിക്കത്തില്ല. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. ഇനിയിപ്പം 4 വിളിച്ചാലും 5 വിളിച്ചാലും ആരെന്നെ എന്ത് ചെയ്താലും എനിക്കെൻ്റെ പടച്ചവനുണ്ട്. ഞാൻ എല്ലാവർക്കും കൊടുക്കാനുള്ളതും കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുമുണ്ട്. എനിക്കെന്ന് സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുമിച്ച് എനിക്ക് ജീവിക്കണം. മിച്ചുമോനെ എന്തായാലും പ്രസവത്തിന് മുത്തുമോനെയും മിച്ചുമോനെയും കൂടെ കൊണ്ടുപോകും. അതിന് എത്ര ബുദ്ധിമുട്ട് വന്നാലും, ഞാൻ ഇക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര ബുദ്ധിമുട്ട് വന്നാലും എൻ്റെ കൂടെ റൂമിൽ നിന്നോളും. അവർ ടോയ്ലറ്റിൽ പോയി ക്ലീൻ ചെയ്യാറും കുളിക്കാറും ഒക്കെ ആയി. 5-6 കോടി തുണി കൂടെ എടുത്ത് വെച്ചേക്കണമെന്ന് തന്നെ ഉള്ളൂ. ഞാൻ തിന്നും, എൻ്റെ മക്കളും തിന്നും, ആരും നോക്കണ്ട. മസ്റുമോളെ ഉമ്മ ഇപ്പം നോക്കിക്കോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ. ഒരുപാട് സങ്കടവും പ്രയാസവും ഉണ്ട് മക്കളെ. പിന്നെ ഫാമിലി കാര്യം യൂട്യൂബ് ചാനലിൽ വന്ന്
ഞാൻ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല. ഇവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാരും ഇവിടെ നിന്നൊക്കെ ഉള്ള ഇത് തന്നെയാണ് ടോർച്ചറിങ് എനിക്ക് ഒരുപാട് വന്നത്. ഒരിക്കലും നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മളെ കാര്യങ്ങളെടുത്ത് ഇടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഉമ്മ തന്നെ ഇങ്ങനെ പറയുമ്പം, അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങനെ പറയുമ്പം അത് എത്രത്തോളം ഗൗരവം ഉണ്ട് എന്ന് ഓർക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളൊക്കെ നടവഴി ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. വഴി മേടിച്ചിട്ടാണ് നമ്മൾ 40,000 രൂപ ഞാൻ വഴിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് 2014 കണ്ടാണ് വഴി വാങ്ങുന്നത്. മരിച്ചുപോയ കൊച്ചിന് ശേഷം 14, 15 ആ ടൈമിനാണ് വഴി വാങ്ങുന്നത്. അപ്പോഴേ എനിക്കും കൂടെ പ്രമാണത്തിൽ ഇതുണ്ട്. അപ്പം എനിക്ക് അന്ന് സർവേ കല്ലിട്ട് വഴി തിരിച്ചിട്ടാണ് 15 സെൻറ്റ് വസ്തു ഇങ്ങനെ ഇട്ടേക്കണത്, വഴി ഉൾപ്പെടെ. വഴി അവിടെ നിന്നേ വഴി തുടങ്ങും. അപ്പോഴേ ഉണ്ട്. അപ്പം എനിക്ക് വണ്ടി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇടാൻ ആരെങ്കിലും തടസ്സം ചെയ്യുമെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളാ ഞാൻ മുന്നോട്ട് നോക്കും. അതിന് ആരായാലും ശരി, നാട്ടുകാരായാലും ആരായാലും ശരി. പിന്നെ വേറൊരു കാര്യം, നാട്ടുകാർ എന്താണ് നിനക്ക് അങ്ങനെ, എനിക്ക് നെജിലാക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തയും പട്ടിണീരെയും കടക്കണീരെയും ഒരു ടൈമിന് അന്ന് ഈ നാട്ടുകാരെയും കണ്ടില്ല. അതുകൊണ്ട് ഈ നാട്ടുകാരും ബാക്കി കാര്യങ്ങളൊന്നും ആരും ഒന്നും ഇടപെടണ്ട, എനിക്കറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കൊറോണ ടൈമിന് മസ്റുമോൾക്കൊരു മൊബൈലിന് വേണ്ടി, എനിക്കന്ന് മൊബൈലില്ല, ടോർച്ച് സെറ്റാണ് എൻ്റെ കയ്യിൽ ഇരുന്നത്, മൊബൈലില്ല. മൊബൈലിന് വേണ്ടി ഷംസു കൂടെ ജോലിക്കാണ്, ഓൺലൈൻ ക്ലാസ്സാണ് അവർക്ക്. അപ്പോഴും ഞാൻ ജോയിയെ നേരിട്ട് വിളിച്ച് ഒന്ന് തിരക്കിയില്ലല്ല. ഇന്നിപ്പോൾ ജോയി ഉന്നത തലത്തിലിരിക്കുകയല്ലേ, എടുത്തിട്ട് ഇങ്ങനെ പുന്നോടാണ് സ്ഥലം കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ ആളൊന്ന് തിരക്കാനോ ഒന്നും വന്നില്ല. അന്ന് വാടക വീട്ടിൽ കിടക്കുകയാണ്. അപ്പം ആ ഒരു എല്ലാവർക്കും എന്താണ് ഒരേ ക്രെഡിറ്റുകൾ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കാര്യം തിരക്കാനും നമ്മളെ കാര്യം അന്വേഷിക്കാനും ഇങ്ങനൊരു നെജില ഉണ്ടെന്നോ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നോ ആരും ഒന്നും തിരക്കിയില്ല, ആരും ഒന്നും ഇടപെട്ടില്ല. പിന്നെ എൻ്റെ വലിയമ്മാണ് ഒരു 3G സെറ്റ് തന്നത്. അത് റേഞ്ച് ഇല്ലാത്ത ഏരിയ ആയിരുന്നു അവിടെ, പല സ്ഥലത്ത് നിന്നിട്ടും കൊച്ചിനെ പഠിപ്പിക്കണമല്ലോ, അക്ഷരം പഠിച്ചു തുടങ്ങുന്ന ടൈമാണ് 1ാം ക്ലാസ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം എൻ്റെ 3 മക്കളും തുല്യതയാണ്. നിങ്ങളിനിയിപ്പോൾ 4, 5, 6, 10 പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ മോള് രാജകുമാരി തന്നെയാണ്, എൻ്റെ മക്കൾ രണ്ടും എനിക്ക് രാജകുമാരിമാർ തന്നെയാണ്. നമ്മളെ വണ്ടി ഈ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടി നിൽക്കുന്ന ടൈമിൽ നമ്മളെ വണ്ടി ഇറക്കണം എന്തുകൊണ്ടാണ്? മക്കളെ കൊണ്ടൊന്ന് പുറത്തു പോകാനും